ഗുഡ് മോർണിംഗ്. നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് നോക്കാം. നിഫ്റ്റി ഓൺ ഡൗൺ സൈഡ് 24,662 ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അതുപോലെ 24,771 രണ്ടും ടാപ്പ് ചെയ്ത് താഴെ ഉള്ളത്. അപ്പോൾ നമ്മൾ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് നോക്കുക. ഇനി അതല്ലെങ്കിൽ 24,890 900 റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്യുമ്പോഴേ താഴേക്ക് നോക്കുള്ളൂ. കാരണം ഓവറോൾ ഒരു ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്പ് സൈഡിലേക്കുള്ള വ്യൂവിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിൽ മൊത്തത്തിൽ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഐഡിയസ് ഒക്കെ എടുത്തിട്ട് ലോക്ക് എടുത്തതാണ്. മുകളിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി 55,897 ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്കായിരിക്കും ട്രേഡ് നോക്കാം. ബുള്ളിഷ് ട്രേഡ് തന്നെ ആയിരിക്കും നോക്കുക. ഇനി അല്ലെങ്കിൽ 56,264 300 റേഞ്ചൊക്കെ ടാപ്പ് ചെയ്യുമ്പോഴേ താഴേക്ക് നോക്കുള്ളൂ. ഓക്കെ, രണ്ട് ലിക്വിഡിറ്റി ഏരിയ അതാണ്. ഏതായാലും ചാൻസ് വരുമ്പോൾ ഞാൻ പറയാം. ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റോക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:37 ആയിട്ടുണ്ട്. നമ്മളൊരു 1 മിനിറ്റ് IDX ആണത്, പക്ഷേ അത് പ്രോപ്പർ 1 മിനിറ്റ് അല്ല, ഒരു വലിയൊരു ക്യാൻഡിൻ്റെ ഉള്ളിലാണ്. പ്രോപ്പർ അല്ല, എന്നാലും നമുക്ക് ട്രേഡ് ചെയ്ത് നോക്കാം. കാരണം ഓവറോൾ നല്ല ബുള്ളിഷ് വ്യൂ ആണ് ഞാൻ, അതുകൊണ്ട് തന്നെ അപ്സൈഡിലേക്കുള്ള ട്രേഡ് മാത്രമേ നോക്കണുള്ളൂ. സോ നമുക്കൊരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. പ്രോപ്പർ അല്ല എന്ന് പറയാൻ കാരണം വലിയൊരു ക്യാൻഡിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അത് അവിടുന്ന് കൺസിഡർ ചെയ്യേണ്ട, കുറച്ചും കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കിയാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് നല്ല ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ എന്ന് പറക്കും എന്നുള്ള വ്യൂ തന്നെയാണ്. താഴേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, സ്റ്റോക്ക് വാങ്ങി പുഷ് നിങ്ങൾക്ക് അവിടെ കാണാം താഴെ സ്റ്റോക്സിൽ. അതൊരു സ്വിംഗ് ട്രേഡിന് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ലോസിലാണ്, എന്നാലും രാവിലെ തന്നെ വാങ്ങിയതാണ് ഞാൻ. മാർക്കറ്റ് ബുള്ളിഷ് പോകും എന്നുള്ള തന്നെയാണ് ഒരു സ്ട്രോങ് വ്യൂ. അറിയില്ല, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഏതായാലും ജസ്റ്റ് ഒരു നമുക്ക് ആസ് പെർ ഇത് ഒരു ട്രേഡ് എടുക്കുക, അത്രേ ഉള്ളൂ. SL കൊടുക്കുക, ടാർജറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. സ്വിംഗ് ഹൈ വരെയാണ് ടാർജറ്റ് ചെയ്യാൻ വെക്കുന്നത്. മീൻസ് 24,729 വരെ ടാർജറ്റ് ഞാൻ ബുക്ക് ചെയ്തില്ല. അഥവാ ടാർജറ്റ് വരികയാണെങ്കിൽ തന്നെ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് മോഡിഫൈ ചെയ്ത് ഇന്ന് പോവുള്ളൂ. കാരണം ഒരു മൊമെൻ്റ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എന്തായാലും നോക്കാം. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. വരട്ടെ. പ്രീമിയം 70 ഉണ്ട്. ഇപ്പം ഇന്ന് എക്സ്പയറി ഡേ ആയതിനെ കൊണ്ട് തന്നെ അധികം നിൽക്കില്ല. ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ ട്രെയിൽ ചെയ്യുന്നത് നോർമൽ ഡേയ്സിൽ ചെയ്യുന്നതിനേക്കാളും ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും ഇന്നത്തെ ദിവസം. നോർമൽ എക്സ്പയറി മാത്രമല്ല, ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയും എക്സ്പയറി ആണ്, നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഭയങ്കര ഡീക്കേ ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പ്രോഫിറ്റ് ആകുമ്പോൾ ട്രെയിൽ ചെയ്ത് പോകുന്ന രീതിയുള്ളൂ. ഇപ്പോൾ ഇത് തന്നെ 1:5 അടിച്ചാൽ തന്നെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല. ട്രെയിൽ ചെയ്ത് കോസ്റ്റ് പ്രൈസിലേക്കും 1:10 ആകുമ്പോൾ 5ലേക്ക് വെക്കും. അങ്ങനെ ആ രീതിയിലാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ, വരുന്നില്ലല്ലോ. വരട്ടെ, എന്നാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അവരെ വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ ടാപ്പ് ആയിട്ടില്ല. ലിക്വിഡിറ്റി ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ 1 മിനിറ്റിൽ ടാപ്പ് ആയിട്ടില്ല. പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ കിട്ടണമെങ്കിൽ വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യണം. പക്ഷേ ഇനിയിപ്പോൾ ഇതിനെ വെയിറ്റ് ചെയ്യുന്നില്ല. ഇതിൽ തന്നെ എടുക്കുക. പറയാൻ പറ്റില്ല, നമുക്ക് പ്രോപ്പർ ലിക്വിഡിറ്റി IDX നിന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ ഇൻറ്റേർണലിൽ നിന്ന് പോകും, അങ്ങനെയൊന്നും നമുക്ക് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലോ എത്രയാണ്? ഇല്ല, ടാപ്പ് ആയിട്ടില്ല. വരട്ടെ. ഓക്കെ, ഡൺ. നമുക്ക് ബൈ ചെയ്യാം. നമ്മൾ ബൈ ചെയ്തത് 70ക്കാണ്. 70ക്ക് ബൈ ചെയ്തു. ചെറിയ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഒരു മൊമെൻ്റം കാണിക്കുന്നുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു പറന്നു പോകുമെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ചില എൻട്രി മിസ്സാകുമ്പോൾ ചോദിക്കും ഞാൻ ഇൻറ്റേർണലിൽ നിന്നാണ് എടുത്തിട്ടാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് എടുത്തിട്ടാണോ. അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് പോവോ അല്ലെങ്കിൽ പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് പോകുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതൊരു ട്രേഡർക്കും ലിക്വിഡിറ്റി ഏരിയ എത്തുമ്പോൾ ട്രേഡ് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു ഞാൻ ചെയ്യുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് ട്രേഡ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, ടാർജറ്റ് ഫിക്സ് ചെയ്യുക. അതിലാണ് നമ്മൾ മിടുക്ക് കാണിക്കേണ്ടത്. നമുക്ക് ചിലപ്പം SL അടിക്കാം അല്ലെങ്കിൽ ടാർജറ്റ് അടിക്കാം. പക്ഷേ നമ്മൾ അതിൽ വലിയ ചേഞ്ചസ് സ്റ്റോപ്പ് ലോസിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് മീൻസ് SL മോഡിഫൈ ചെയ്ത് കൊടുക്കുകയോ അങ്ങനത്തെ രീതിയോ അല്ലെങ്കിൽ ടാർജറ്റ് എത്തുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യുകയോ, ഇത് മാത്രമേ നമ്മൾ ട്രേഡർ എന്നതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ 5,000ലേക്കൊക്കെ പറക്കുന്നുണ്ട്. പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നലത്തെ പോലെ ആവുമോ? ഏതായാലും ഞാൻ ഇപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക. കാരണം ഇന്നലെ നമുക്ക് ഫസ്റ്റ് ട്രേഡ് കണ്ടില്ലേ, മാർക്കറ്റ് ഒരു മൊമെൻറ്റും ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് കാണിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ലോ എടുത്തിട്ട് പിന്നെ പോയി അല്ലേ.
അതുപോലെ ഇനി വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലിക്വിഡിറ്റി ഏരിയൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഒന്നും കൂടി റീ എൻട്രി ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളൊരു 5000 ഒക്കെ 1:2 റേഞ്ചിലായതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. എന്നിട്ട് അഥവാ താഴേക്ക് തന്നെ ഒന്നുകൂടി ലിക്വിഡിറ്റി വീണ്ടും ലോ എടുക്കാൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീ എൻട്രി ചെയ്യാം. 6300 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. വെയിറ്റിംഗ്. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ എക്സൽ ഹിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും റീ എൻട്രി ചെയ്യാം. നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടോ, എഗെയിൻ നമ്മൾ നേരത്തെ എടുത്ത എൻട്രീൻ്റെ താഴേക്ക് ഇന്നലെ നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ എസ് എൽ അടിച്ചില്ല അതേപോലെ. പക്ഷെ നോർമലി എക്സ്പയറി ഡേയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രൈസ് ആക്ഷൻ വരുന്നത്. എന്നാലും നോക്കാം നമുക്ക്. ഇന്നലത്തെ ആ ഒരു പ്രൈസ് ആക്ഷൻ നോർമൽ ഡേയ്സിൽ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ പലപ്പോഴും ഉണ്ടാവുക. ഏതായാലും നോക്കാം നമുക്ക്. ഒന്നുകൂടെ ആ ഒരു ലോ താഴേക്ക് വരുമ്പോൾ നമുക്ക് റീ എൻട്രി കൊടുക്കാം, ഒരു കോൾ ഓപ്ഷൻ കൂടി എടുക്കാം. സ്റ്റിൽ ബുള്ളിഷ് വ്യൂവിൽ തന്നെ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ എസ് എൽ അടിച്ച ഓർഡേഴ്സൊക്കെ ഇങ്ങോട്ട് നേരത്തെ നമ്മൾ കണ്ടത്. അതായത് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ല 1:6300 ഒക്കെ വന്നില്ലേ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ പ്രീമിയം നേരത്തെ എത്തുന്നതിൻ്റെ മുന്നേ എത്തിയപ്പോൾ തന്നെ സെൽ അടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എൻട്രി എടുത്തതിനേക്കാളും ഒരുപാട് മുന്നേ തന്നെ സെല്ലിലേക്ക് വന്നിട്ടുണ്ട് പ്രീമിയം. ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു എന്നല്ലാതെ നമുക്ക് എന്താണ് പ്രത്യേകിച്ചൊരു വലിയൊരു ഫസ്റ്റത്തെ 1 മിനിറ്റ് ക്യാൻഡിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ്. അതുകൊണ്ട് നമുക്ക് എൻട്രി ഒന്നും ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലാണ് കുറച്ചും കൂടി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടാർഗറ്റ് വന്നത് അല്ലേ. കുറച്ചും കൂടി നല്ലൊരു അടിപൊളി ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി നമുക്ക് എൻട്രി എടുക്കാൻ ഒരു രക്ഷയില്ല. കാരണം ഫസ്റ്റ് ക്യാൻഡിൻ്റെ ഉള്ളിലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ താഴേക്ക് വരുമോ എന്നറിയില്ല. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ മിക്കവാറും ഈ ട്രേഡ് നോക്കാതല്ല, ഈ ട്രേഡ് എടുക്കാം. ഒരു അറ്റംപ്റ്റ് കൂടി ചെയ്തോ. കാരണം ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഓൾറെഡി സെയിം ട്രേഡിൽ തന്നെയാണല്ലോ ഇന്നലത്തെ പോലെ. പക്ഷേ പ്രീമിയം അങ്ങനെ താന്നിട്ടൊന്നും ഇല്ലല്ലേ. പ്രീമിയം ആ റേഞ്ചിൽ തന്നെ ഉണ്ട്, പിടിച്ച് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. വരട്ടെ. നിഫ്റ്റിയിൽ 5 മിനിറ്റ്സിലും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊരു പ്രൈസ് ആക്ഷൻ ലിക്വിഡിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ആ ഒരു 5 മിനിറ്റില്ലേ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാനിൽ ലോ ബ്രേക്ക് ചെയ്യുമ്പം നമുക്ക് ഒരു 5 മിനിറ്റ്സ് ക്യാനിൽ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് കയറാൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറൊക്കെ ലോ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിലിന്, പക്ഷേ സ്പോട്ട് എടുത്തിട്ടില്ല. സ്പോട്ട് എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പല ടൈപ്പ് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ വെരി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിലെ ലോ എടുക്കുമ്പോൾ മുകളിലേക്ക് കയറുന്നത് ഒരു സെറ്റപ്പാണ്. അത് നല്ല ബുള്ളിഷ് മാർക്കറ്റിൽ പലപ്പോഴും വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഒരേ ടൈപ്പ് ലിക്വിഡിറ്റി തന്നെ നോക്കണമെന്നില്ല. നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്ത് ഏറ്റവും കൂടുതൽ തവണ എങ്ങനെയാണോ ആ സ്റ്റൈലിൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കായിരിക്കും നന്നാവുക ലിക്വിഡിറ്റി ഏരിയ. അല്ലാതെ നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ സിമ്പിളായിട്ട് വെച്ചിട്ടോ ഒന്നും ട്രേഡ് എടുക്കണമെന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ മാർക്കറ്റ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ എന്തെങ്കിലും ഒരു ബിഹേവിയർ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോട്ട് ചെയ്യുക, എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നീട് അത് മാർക്കറ്റിൽ അത്തരം ഒരു ഘട്ടം വരുന്ന സമയത്ത് 1-2 തവണ അല്ല, കുറച്ച് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ ഒക്കെ കാണാണ്, അത് നമുക്ക് എടുക്കുക. അല്ലാതെ കൺവെൻഷനൽ ആയിട്ടുള്ള കുറേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പലരും ഒരുപാട് ആളുകൾ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഇന്നലത്തെ പോലെ ലിക്വിഡിറ്റി എടുക്കാതെ അങ്ങോട്ട് പോവോ. ഡീറ്റെയിൽഡ് ആയിട്ട് സൈക്കോളജിന് ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചെയ്യാം ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ, ഒഴിവുള്ള ദിവസം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജി മെത്തേഡ് എങ്ങനെയാണ് ട്രേഡിങ്ങിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇമോഷണലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അങ്ങനത്തെ സൈക്കോളജി വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്ത ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഏതായാലും എൻട്രി വന്നിട്ടില്ല. എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10 മണി ആയിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലും എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ക്യാൻഡിലല്ലോ. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇതിൽ തന്നെ നോക്കാം അല്ലേ, നിഫ്റ്റിയിൽ എടുക്കാം. ഏതായാലും ഒരു ട്രേഡും കൂടെ പ്രീമിയം കുറച്ചും കൂടി ചീപ്പിന്, അതായത് നേരത്തെ കിട്ടിയതിനേക്കാളും ചീപ്പിന് കിട്ടിയിട്ടുണ്ട്. 64 സെയിം ഇതിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പറന്നു പോകാൻ തോന്നുന്നു. എസ് എൽ അടിച്ച്
വളരെ ഫാസ്റ്റ് അല്ലേ? ബാങ്ക് നിഫ്റ്റിയും ഫസ്റ്റത്തെ 1 മിനിറ്റ് ക്യാൻഡലിലേക്ക് ലോ എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ലോ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണ് ട്രേഡ്. ഫസ്റ്റ് ട്രേഡ് എസ് എൽ അടിച്ച് ചെയ്താലും നമ്മുടെ ഫസ്റ്റ് ട്രേഡ് 65 എടുത്തിട്ട് 59 എസ് എൽ അടിച്ചിട്ടുണ്ട്. ഇനി നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചാൻസ് നോക്കാം നമുക്ക്. സമയം 10:16 നമ്മൾ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചാൻസ് നമുക്ക് നോക്കാം. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഒരു അപ്സൈഡ് ട്രേഡിന് നോക്കാം. ഓവറോള് സ്റ്റിൽ ഞാൻ ബുള്ളിഷ് വ്യൂവിൽ തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് 55,500 അല്ല സാർ 55,500 കോൾ ഓപ്ഷൻ എടുക്കാം നമുക്ക്. മന്ത്ലി എക്സ്പയറി അതിനെ കൊണ്ട് പിന്നെ എന്താ പറയുക, ഡീക്കേൻ്റെ അവസ്ഥ അറിയില്ല. നല്ല മൂവ്മെൻ്റ് ഉണ്ടാവും ഡീക്കെ. നമ്മളെടുത്ത ആ ഒരു സ്റ്റോക്ക് ചെറിയ ലോസിലൊക്കെയാണ്. താഴേക്ക് വരട്ടെ, താഴേക്ക് വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. 55,500 കോൾ ഓപ്ഷൻ. സൗണ്ട് ഇന്നും കൂടെ ഉള്ളൂ കേട്ടോ, പണി ഇന്നോ നാളെയും കൂടെ ഉള്ളൂ പണി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് നല്ല ടാർജറ്റ് ഉണ്ട് ഈ ഒരു ട്രേഡിൽ. അടിപൊളി ടാർജറ്റ് ഉണ്ട്. ഒരുപാട് 1:10 എന്താ പറയുക 10 എബോവ് ഒക്കെ സുഖമായിട്ടുണ്ട്. 10 റേഞ്ചിലൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം നമുക്ക് അടുത്ത ടാർജറ്റ്, അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഡേ ഹൈ ആണ്. അപ്പം ഡേ ഹൈ വരെ നമുക്ക് ടാർജറ്റ് വെക്കാം. ഇനി അഥവാ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട, 1:5 ബുക്ക് ചെയ്യുന്നില്ല, ട്രെയിൽ ചെയ്ത് ചെയ്യാൻ പോകുന്നുള്ളൂ. ട്രെയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് പോവാം. പക്ഷേ ചെറിയ ചെറിയ പ്രോഫിറ്റ് ആകുമ്പോൾ തന്നെ ഞാൻ ട്രെയിൽ ചെയ്ത് തുടങ്ങും. കാരണം എക്സ്പയറി ഡേ ആണ്. ചിലപ്പോൾ വീണ്ടും വീണ്ടും താഴെ വന്ന് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രീമിയം എത്ര സ്പെഷ്യൽ അടിച്ചിട്ട് പോകണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും എൻട്രി വരട്ടെ. എൻട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. 56,600 താഴേക്ക് വരട്ടെ, താഴേക്ക് വരട്ടെ. ഈ ഒരു ക്യാൻഡിൽ അവിടെ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു അപ്സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യാം. 55,500 പ്രീമിയം ഇപ്പോൾ വളരെ കുറവാണ്. അതിൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ 160-150 റേഞ്ചിലൊക്കെ ഉള്ളൂ പ്രീമിയം. അപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ടാണ്, വളരെ ഡിസ്കൗണ്ടാണ്. ആടി സെയിലാണ്. വരുന്നുണ്ട് വരട്ടെ 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 വരട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, താഴേക്ക് വരുന്നുണ്ട്. ആ ഒരു ക്യാൻഡിലെ താഴേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. വെയിറ്റിംഗ്. വരട്ടെ. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യട്ടെ. എന്നിട്ട് എഗെയിൻ താഴേക്ക് തന്നെ ഞാൻ പോവുകയാണ്. ഇത്രയും ഡൗൺ സൈഡ് മൂവ് ചെയ്ത മാർക്കറ്റ് എഗെയിൻ ഞാൻ താഴേക്ക് പോകുകയാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുക. അതാണ് നമ്മുടെ വ്യൂ. പ്രീമിയമൊക്കെ വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ 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 5 മിനിറ്റ്സ്. ആ ഒരു 5 മിനിറ്റ്സിൻ്റെ മിക്കവാറും അടുത്ത ക്യാൻഡിലിൻ്റെ താഴേക്ക് വരുമ്പോൾ 5 മിനിറ്റിലൊരു പുതിയ ഐഡിയസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഐ എടുക്കുമ്പോൾ ഇറങ്ങിയിട്ട് വീണ്ടും റീ എൻട്രി കയറുക, അല്ലെങ്കിൽ ഐ എടുക്കുമ്പോൾ കോസ്റ്റ് പ്രൈസിലേക്കൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അഥവാ പോവുകയാണെങ്കിൽ ടാർജറ്റിലേക്ക്. ഓക്കെ, എൻട്രി എടുക്കാം നമുക്ക്. എൻട്രി കിട്ടിയത് 141-നാണ്. 141-നാണ് എൻട്രി കിട്ടിയത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഹൈ എടുക്കുമ്പോൾ പുതിയ ഐഡിയക്സ് ആവും. ഇല്ല, താഴേക്ക് തന്നെയാണോ വരുന്നത്? ഇതും 2 SL അടിച്ചാൽ പിന്നെ നമ്മളിന്ന് ട്രേഡ് ഇല്ല കേട്ടോ, സ്റ്റോപ്പ് ചെയ്യും. 2 SL അടിച്ചാൽ മാക്സിമം ലോസ് നമുക്ക് 6,000 ഉള്ളിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 6,000 എബോവ് ലോസ് ഒരു ദിവസം എന്താ പറയുക ഉണ്ടാവില്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം ഫ്രഷ് ആയി തോന്നും. നമുക്ക് എത്ര നല്ല വ്യൂ ഉണ്ടെങ്കിലും, അപ്പോൾ എനിക്ക് നല്ല വ്യൂ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ താഴേക്ക് വരുന്നുണ്ടെങ്കിലോ ആ മാക്സിമം ലോസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡ് ചെയ്യാറില്ല. അത് ഒന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ കാണും. പക്ഷേ അതൊക്കെ ഈ ഒരുപാട് പറ്റിയതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പിന്നീട് എത്ര എക്സ്പീരിയൻസ് ആയാലും നമുക്ക് ഇമോഷൻ അത് ഹോണ്ട് ചെയ്യും. ഇപ്പോൾ എന്നും 6,000 ലോസ് വരുന്നത് ഞാൻ ഒരു ദിവസം 9,000 ആകുമ്പോൾ എനിക്ക് പിന്നെ തോന്നും അത് 9,000 കുറച്ച് 6,000-ലേക്ക് തന്നെ എത്തിക്കണം എന്നുള്ള. പിന്നെ ഒന്നും കൂടി എടുത്തു നോക്കും, പിന്നെ അത് വലിയ ലോസ് ആവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നഷ്ടം വരുമ്പം അതങ്ങ് എന്താ പറയുക അംഗീകരിക്കുക.
അംഗീകരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഏതായാലും നോക്കാം നമുക്ക്. പ്രോഫിറ്റ്, ചെറിയ പ്രോഫിറ്റ് ആയി, ലോസിൽ തന്നെ ആയിരുന്നു. തിരിച്ച് കയറട്ടെ, തിരിച്ച് കയറിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരട്ടെ. അപ്പോൾ ഈ ഒരു സിങ് ഹൈ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ഐഡിയാസ് ഒക്കെയാണ്. അപ്പോൾ ഒരു സിങ് ഹൈ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും കേട്ടോ. കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്, അടിപൊളി, പോട്ടെ. കോസ്റ്റ് പ്രൈസ് വെക്കണോ നോക്കാം, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കണമെങ്കിൽ ആദ്യം സിങ് ഹൈ എടുക്കണം, എന്നാൽ മാത്രം. ഇനി അതല്ല SL ആണ്, നമ്മൾ ഇന്നത്തെ പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ നോക്കും. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു സിങ് ഹൈയിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. അത് ഓൾമോസ്റ്റ് 5000 6000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് അഗെയിൻ വന്നു. നേരത്തെ ട്രേഡിൽ നമുക്ക് 6000 പ്രോഫിറ്റ് കാണിച്ചതാണ്. ഈ ട്രേഡിലും ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിൽ വെക്കണോ അതോ വെയിറ്റ് ചെയ്യണോ? എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യണം ഒന്നുകൂടി താഴെ വരുമ്പോൾ. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, പോകുന്നുണ്ട് 6000 പോകുന്നുണ്ട്. ഏതായാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്ത് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാൻ. 6000 1:2 ആയതല്ലേ, എക്സ്പയറി ആയതുകൊണ്ട് നമ്മളാണ് ഇങ്ങനെ ഈ ഒരു രീതി ചെയ്യുക. നോർമൽ ഡേയ്സിലാണെങ്കിൽ അങ്ങനെ 1:2 ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കില്ല മാക്സിമം. കാരണം എക്സ്പയറിയിൽ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മൾ എൻട്രി എടുത്തതിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും SL ആ റേഞ്ചിലേക്ക് വീണ്ടും വരുമ്പോൾ ചിലപ്പം SL അടിച്ചു പോകും, പ്രീമിയം DK ഉണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് പ്രൈസിലേക്ക് വരിക, വെക്കുക. ഇനി അഥവാ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാം. ഇനി അഥവാ താഴേക്ക് വന്നിട്ട് പുതിയ എന്തെങ്കിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ചാൻസ് തരാണെങ്കിൽ SL അടിക്കുകയാണ്, റീ എൻട്രി ചെയ്യുക, അത്രേ ഉള്ളൂ. ഏതായാലും ഇനി ലോസ് വരുത്തുണ്ട് ഈ ട്രേഡിൽ. ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് വെച്ച് കാണിക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് കൊടുത്തില്ലായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഞാൻ അഥവാ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്, കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. പക്ഷേ വീണ്ടും താഴേക്ക് വന്ന് കുറച്ച് മുകളിലേക്ക് പോയപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുത്തത്. കാരണം ചിലപ്പോൾ ഈ ഒരു OBA നിന്ന് ലാസ്റ്റ് മൂവ് ചെയ്താൽ വെറുതെ SL അടിച്ചുകൊണ്ടാന്ന് വിചാരിച്ച് ഞാൻ കൊടുക്കാതിരുന്ന കോസ്റ്റ് പ്രൈസിലേക്ക്. പക്ഷെ പിന്നെ പറഞ്ഞു ചെയ്ത്, അതുകൊണ്ട് ഞാൻ അങ്ങ് കൊടുത്തു. പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഇനി നല്ല ഇപ്പോൾ ഈ ഒരു സിംഗിലോ ഒരു എന്താ പറയുക, ഒരു ക്യാൻഡലിൻ്റെ ലോ എടുത്തിട്ടുണ്ട് 5 മിനിറ്റിൽ. അതിൻ്റെ ഹൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യുക. അപ്പോൾ നമ്മൾ ടോട്ടലി ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ 3 ട്രേഡ് ചെയ്ത്, 3 ട്രേഡ് പറഞ്ഞാൽ ഫസ്റ്റ് ട്രേഡ് കോസ്റ്റ് പ്രൈസിലേക്ക് എക്സിറ്റ് ചെയ്തു, സെക്കൻഡ് ട്രേഡ് പ്രോപ്പർ ഒരു ട്രേഡ്, മൂന്നാമത്തെ ട്രേഡും കോസ്റ്റ് പ്രൈസിലേക്ക് എക്സിറ്റ് ചെയ്തു. നോക്കുകയാണ് ഒറ്റ ട്രേഡ് വന്നിട്ടുള്ളൂ, പക്ഷേ 2 കോസ്റ്റ് പ്രൈസിൽ 6000 പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷമാണ് SL വന്നത്. 1:2 ആയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ 3 ട്രേഡ് കഴിഞ്ഞു. ഇനി ഏതായാലും നോക്കാം, നല്ല ചാൻസ് ഏതെങ്കിലും സ്കാൽപ്പിംഗ് പോലെയൊക്കെ ചാൻസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് വരികയാണെങ്കിൽ നോക്കാം. ഒരു മാക്സിമം ലോസ് ആവാത്തതുകൊണ്ട് തന്നെ ഒരു ട്രേഡും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. അവിടുന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? നമ്മൾ XL അടിച്ച് 142 റേഞ്ചിലാണ് കണ്ടത്, താഴെ നിന്ന് അടിച്ച്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:53 ആയിട്ടുള്ളൂ. കുറച്ച് നമ്മളെ എന്താ പറയുക, കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്ത അവസ്ഥ ഉണ്ടോ? അതിനുശേഷം ഇപ്പോൾ 100 പോയിന്റ് പോയി. 1:5 അടിക്കേണ്ട ട്രേഡാണ് അപ്പോൾ നമ്മൾ വെറുതെ കൊണ്ട് കളഞ്ഞ്. അതിനുശേഷം വീണ്ടും ഒന്ന് റീ എൻട്രി ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ധൈര്യം പോരായിട്ട് ഞാൻ അങ്ങ് എക്സിറ്റ് ചെയ്തതാണ്. അത് ഏറ്റവും വെച്ചിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു 5 മിനിറ്റ്സിൽ ലിക്വിഡിറ്റി എടുക്കാൻ വരട്ടെ എന്നിട്ട് കയറാമെന്ന്. അതിന് മുമ്പ് തന്നെ ഞാൻ താഴെ തന്നെ ഒന്നുകൂടി നോക്കി, പക്ഷേ ധൈര്യം കിട്ടിയില്ല. ഏതായാലും വല്ലാത്തൊരു പോക്കാ പോയത്. നല്ല പ്രോപ്പർ ഒരു ട്രേഡ് കൊണ്ടേ കളഞ്ഞ്. 1:5 അടിക്കേണ്ട ട്രേഡ് നോർമലി എക്സ്പയറി ഡേ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ അത് വെയിറ്റ് ചെയ്തിരിക്കും. ഒരിക്കലും അത് കൊടുക്കൂലായിരുന്നു, SL കൊടുക്കൂലായിരുന്നു കോസ്റ്റ് പ്രൈസിലേക്ക്. കാരണം പ്രോപ്പർ ഒരു IDX ഹയർ ടൈം ഫ്രെയിമിൽ ടാപ്പ് ചെയ്യാതെ നമ്മൾ അത് കൊടുക്കൂല. സ്റ്റിൽ നിഫ്റ്റി ഉണ്ടോ? നിഫ്റ്റി ഇപ്പോഴും ഡേ ഹൈ എടുത്തിട്ടില്ല. നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു ഇനിയും മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റി ഡേ ഹൈൻ്റെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ കാട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുത്ത് നോക്കാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് നല്ല ബുള്ളിഷായി പോകുന്ന തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോ എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് ഞാൻ കയറും. അതായത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ മാർക്കറ്റിൽ കണ്ടൊരു ബിഹേവിയർ, നല്ലൊരു മൊമെൻ്റ് ഉള്ള ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഈ രീതിയിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ ലോ എടുക്കുക, പോവുക. അതായത് അപ്സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ
നോർമലി നമ്മൾ ചിന്തിക്കുക അപ്സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ റിവേഴ്സൽ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറേ ആളുകൾ പുട്ട് ഓപ്ഷൻ എടുക്കുക, ഷോർട്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യും. ആ സമയത്ത് വീണ്ടും മാർക്കറ്റ് മുകളിൽ പോയിരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്സൈഡിലേക്ക് തന്നെ ഒന്നും കൂടെ കയറി നോക്കാം. ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. എന്താ പറയുക, ഒരു 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോ എടുത്ത സമയത്ത് തന്നെ എടുത്തതാണ്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ലോജിക്കൊന്നുമില്ല. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോ എടുത്ത സമയത്ത് അങ്ങ് ഡയറക്റ്റ് അങ്ങ് കയറിയെന്നുള്ളൂ. അപ്പോൾ ഏതായാലും കുറേ എൻട്രി അത് മിസ്സായി. പ്രീമിയം നമുക്ക് ജസ്റ്റ് ചെറിയ സ്കാൽപ്പിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് സിങ് ഹൈ എടുത്ത ഉടനെ തന്നെ എക്സിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അധികം അല്ലെങ്കിൽ വീണ്ടും നമുക്ക് പുതിയൊരു എൻട്രി, പ്രോപ്പർ എൻട്രി കിട്ടണമെങ്കിൽ 5 മിനിറ്റിൻ്റെ താഴേക്ക് തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാലേ എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ ഒരു സ്കാൽപ്പിംഗ് പോലെ ജസ്റ്റ് മാർക്കറ്റ് ഈ ഒരു ഹൈൻ്റെ മുകളിൽ, ഈ ഒരു റെഡ് ലൈൻ വരച്ചതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യും. അതാണ് പ്ലാൻ, സിമ്പിൾ പ്ലാൻ. ഇപ്പം ഞാൻ ആ എൻട്രി പോയ പോക്കണ്ടില്ല. ആ ട്രേഡ് ഇപ്പോഴും നല്ല പ്രോഫിറ്റിൽ നിൽക്കുക. 55 500 കേട്ടോ, നേരത്തെ എടുത്ത 500ആണ്, ഇപ്പോൾ 600ആണ്. നോക്കാം നമുക്ക്. മാർക്കറ്റ് പിന്നെ ഇറങ്ങിയിട്ട് എന്താ പറയുക, പ്രീമിയം അങ്ങനെ ഇറങ്ങില്ല അല്ലേ. തോന്നുന്നു ബുള്ളിഷായി പോകാൻ, നല്ല ബുള്ളിഷായി പോകാൻ തന്നെ പ്ലാനെന്ന് തോന്നുന്നു, അറിയില്ല. ഇനി ഇതും കൂടി SL അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. എന്തായാലും നമ്മൾ ഫസ്റ്റ് ട്രേഡ് തന്നെ SL അടിച്ചുകൊണ്ട് തന്നെ, മീൻസ് വെറുതെ കൊണ്ട് ഇറങ്ങിയോണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓവറായി ട്രേഡ് എടുത്താളും. അതുകൊണ്ട് ഒന്നുമില്ല, 2 ട്രേഡ് SL അടിച്ചാൽ സ്റ്റോപ്പ്. അടുത്തത് പിന്നെ വേറെ പരിപാടി, പിന്നെ വെറുതെ മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കുക, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും നല്ല സെറ്റപ്പൊക്കെ നമുക്ക് കിട്ടും മാർക്കറ്റ് ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുമ്പോൾ. പുതിയ എന്തെങ്കിലും ഒരു പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ മാർക്കറ്റിൻ്റെ ബിഹേവിയറൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള സിസ്റ്റം. അതിപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്നുള്ള കൺഫ്യൂഷനുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്ട്രാറ്റജി എന്നും യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയാം. 5 മിനിറ്റിൻ്റെ ലോ എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നോർമലി ബുള്ളിഷ് മാർക്കറ്റിൽ ഓരോ 5 മിനിറ്റിൻ്റെ ലോ എടുക്കുമ്പോൾ നല്ല ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാൻഡിലിൽ 5 മിനിറ്റിൻ്റെ ലോ എടുക്കുമ്പോൾ ആളുകൾ പുട്ട് ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ അപ്സൈഡിലേക്ക് കയറി പൊസിഷനെ എക്സിറ്റ് ചെയ്യുക, ഇതൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് ഉള്ള ഏരിയയാണ്. അപ്പോൾ വീണ്ടും മാർക്കറ്റിന് പൊന്തിക്കാൻ നല്ലൊരു ഫ്യൂവൽ കിട്ടുന്ന ഒരു ഏരിയ അത്. അത്രയും സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്, വെറുതെ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല അതിൽ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പ്രോഫിറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 2000 ഒക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നോക്കാം. സ്കാൽപ്പിങ് പഠിച്ചു നോക്കല്ലേ. ഇത് ടാർഗറ്റ് അടിക്കുകയാണ്, ഇനിയും സ്കാൽപ്പിംഗ് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. സ്കാൽപ്പിങ് ചെറിയ SL ചെറിയ ടാർഗറ്റ്, അത്രേ ഉള്ളൂ. ഏതായാലും എക്സ്പയറി ഡേ അല്ലേ, പറക്കാണെങ്കിൽ ഓക്കെ നമുക്ക് ഏരിയ എത്തി, നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2300 റേഞ്ചിലാണ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും അപ്സൈഡിലേക്ക് നോക്കാം. ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ മുകളിലേക്ക് തന്നെ ഒന്നും കൂടെ നോക്കാം. നമുക്ക് ഒരു പ്രോപ്പർ ട്രേഡ് തന്നെ എടുക്കാം. ഇന്നത്തെ ഡേ ഹൈ വരെയൊക്കെ ടാർഗറ്റ് വെക്കാം. ഇപ്പോൾ തൽക്കാലം സ്കാൽപ്പിംഗ് ഇങ്ങനെ കട്ടെ. ഇനി വേറെ ഏതെങ്കിലും സ്കാൽപ്പിംഗ് ചാൻസ് വരിക, അല്ലെങ്കിൽ ഒരു ട്രേഡും കൂടെ നോക്കാം, കുഴപ്പമില്ല. നമുക്കിപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് നോക്കണ്ട, ഏതായാലും സ്കാൽപ്പിംഗ് അല്ലേ, പട്ടക്കട്ടെ. പ്രീമിയം ഇനിയും പറക്കുന്നുണ്ടല്ലേ. അപ്പം കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചില്ല, ഇപ്പോഴാണ് എക്സിറ്റ് ചെയ്തത്. മാർക്കറ്റ് ഇപ്പോൾ ഇല്ല, പോകണമെന്നില്ല. ഇനി വീണ്ടും ആ ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് മുകളിൽ ട്രേഡ് എടുക്കാം. ഡേ ഹൈ 321 പോയിന്റ് അവിടെ നിന്നും ഉണ്ട് ടാർഗറ്റിലേക്ക്. ഇഷ്ടം പോലെ 1:10 ഒക്കെ ഈസി ആയിട്ട്. അതാ പറക്കണ. ആവശ്യമില്ലാത്ത സമയത്ത് കോസ്റ്റ് പ്രൈസിലേക്ക് നിഫ്റ്റി അതാ ഡേ ഹൈ എടുത്ത്. ഞാൻ പറഞ്ഞില്ല, ഡേ ഹൈൻ്റെ കറക്റ്റ് എടുത്തുനിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് കയറാൻ നോക്കിയത് മാർക്കറ്റിൽ. കാരണം ഡേ ഹൈ എടുക്കാതെ മാർക്കറ്റ് അവിടെ താഴെ വരുമ്പോൾ ഒരു സപ്ലൈ സോൺ ആയതുകൊണ്ട് ആളുകൾ അവിടെ നിന്ന് സെല്ല് ചെയ്യുമല്ലോ. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്കൊരു പ്രതീക്ഷ മുകളിലേക്ക് പോകുന്നുള്ളൂ. ആ പ്രീമിയം അതാ പറക്കണം. പോട്ടെ, നമുക്ക് നല്ല ചാൻസ് വരികയാണെങ്കിൽ ഒരു സ്കാൽപ്പിങ്ങോ എന്തെങ്കിലുമൊക്കെ നോക്കാം. 11:10 ആയിട്ടുണ്ട്. ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട് നിഫ്റ്റിയിൽ, ഒരു സ്കാൽപ്പിങ്. SL അടിച്ചാൽ അപ്പം നിർത്തും കേട്ടോ, ഒരു SL അടിച്ചാൽ അപ്പം നിർത്തും. ഇതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ എൻട്രി എടുത്ത ഏരിയ ഇവിടെ ആയിരിക്കും. ഇന്നത്തെ ആ ഒരു ഡേ ഹൈ സിങ് ഹൈ അഗെയിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. സിമ്പിൾ, ചെറിയ പ്രീമിയം ഉള്ളൂ. വരവ് കണ്ടിട്ടും
കണ്ട് പോട്ടെ കണ്ട് 5 മിനിറ്റിൻ്റെ ലോ എടുത്തില്ലേ, ഇനി എന്ത് താമസം? പോണ്ടേ പോട്ടെ. ഇത് ടാർജറ്റ് അടിക്കുകയാണ്, വീണ്ടും ഒരു ട്രേഡും കൂടെ നോക്കാം. സ്കാൽപ്പിംഗ് നിങ്ങൾക്ക് വന്നിട്ട് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് 1:2 ഒക്കെ ഉണ്ടാവും. 5000-6000 ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാവും. കാരണം നിഫ്റ്റിയിലാകുമ്പോൾ പെട്ടെന്ന് സ്പൈക്ക് വരികയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് വരും. കാരണം ചെറിയ പോയിന്റ് മതി, ഇന്ന് എക്സ്പയറി ആയതുകൊണ്ടാണ്. പ്രോഫിറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡും കൂടെ നോക്കാം. SL അടിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, ഇന്നത്തെ പരിപാടി. നോർമൽ ഡേയ്സിൽ ചെയ്യുന്ന രീതിയൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ. ഈ 5 മിനിറ്റ്സ് ലോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷായി പോകും എന്നുള്ള വ്യൂവിലെടുത്തു. വ്യൂ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മാർക്കറ്റ് കഴിഞ്ഞാലേ കറക്റ്റ് അറിയുള്ളൂ. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം നോക്കുമ്പോഴായിരിക്കും കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ബുള്ളിഷ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലപ്പം കൺസോൾട്ടേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ആവാം. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ബുള്ളിഷാണ് എന്ന് മാർക്കറ്റിൽ നിന്നും കരുതാനൊന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ തോന്നലിനനുസരിച്ച് ട്രേഡ് എടുക്കുക, അത്രേ പറ്റുള്ളൂ. ചിലപ്പോൾ വെറുതെ പിന്നെ ഈ ഏരിയ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം മൊത്തം തീരുകയാണ്, പ്രീമിയം ഡിക്ക് അടിച്ച് തീരും. എക്സ്പയറി ഡേ അല്ലേ. പോവാം അങ്ങോട്ട് മാർക്കറ്റേ. എന്താ അവിടെ നിൽക്കണേ? കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ 3000 ലോസിൽ നിന്ന് എന്താ പറയുക, കട്ടായും പടം മടക്കിയിട്ട് നിൽക്കുക. പക്ഷേ 5 മിനിറ്റ്സ് ലോ എടുത്ത സമയത്ത് മുകളിലേക്ക് കയറി, പക്ഷേ അത് വർക്കായിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ 5 മിനിറ്റ്സ് എടുത്തില്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ 5 മിനിറ്റ്സ് എടുത്തില്ല. ഇനി എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഏതായാലും ട്രേഡ് ചെയ്യുന്നില്ലെന്ന്. ഇനിയിപ്പോൾ താഴെ 56,650 റേഞ്ചിലേക്ക് ഐഡിയസ് ഉണ്ടാവുക. എന്നാലും ഒന്നും ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ ഇനി നോക്കിക്കോ, ഒരുപാട് ട്രേഡായി. സ്കാൽപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രേഡായി. നാളെ നോക്കാം. ഓ മൈ ഗോഡ്, 11:32 സമയം. നമ്മൾ രാവിലത്തെ ട്രേഡ് എങ്ങനെയുണ്ട്? ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എത്ര എൻ്റെ എൻട്രി വന്നത്? 140. ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് എത്രയാണ്? 140 അല്ലേ? അതായത് 141. 185 വരെ പോയപ്പോഴാണ് കോസ്റ്റ് വെച്ചത്. 141 നമ്മൾ SL കൊടുത്തത്. 138 വരെ വന്നു. ഇപ്പോൾ അത് 500. ഇന്നത്തെ ഡേ ഹൈ വരെ വെച്ചിരുന്നെങ്കിൽ നമുക്ക് 240, 340, 440, 1:15 അബോവ് പോയിട്ടുണ്ട് അല്ലേ. നമ്മളെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ നല്ല ട്രേഡ് കണ്ടേ, നല്ലൊരു ദിവസമായിരുന്നു അല്ലേ. ഇന്ന് ഒരു 1:15 അടിച്ചാൽ പിന്നെ നമുക്കൊരു 10 ദിവസം ഫുൾ SL ആയാലും പ്രശ്നമില്ലായിരുന്നു. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനായി. നല്ല വെറുതെ ആവശ്യമില്ലാതെ കൊണ്ട് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച്, ഞാൻ പറഞ്ഞത് എക്സ്പയറി ഡേ ആയതുകൊണ്ട് മാത്രം കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് പേടി പ്രീമിയം ഡിക്ക് അടിച്ച് പോകുന്നുള്ള. ഇനി ഏതായാലും ട്രേഡ് ചെയ്യുന്നില്ല, ഇനി വാച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് കുറേ ട്രേഡ് എടുത്താളും. നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതുകൊണ്ടേ നമുക്ക് ഇമോഷണൽ പ്രശ്നം വരും. അത് മാറിക്കാം. നാളെ കാണാം. താങ്ക് യു, ബൈ.